പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് എൻ്റെ എൻ്റെ ഞാൻ പറയൂല, കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് അദ്ദേഹം, അതായത് എക്സ് ഹസ്ബൻഡ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയണോ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം ആളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കേണ്ട, എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ ഇന്ന് കൂടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണെന്ന്. അതിനകത്ത് വന്ന ഒരു പേരിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ്, കുറച്ച് 1-2 പേരെങ്കിലും ആ ഒരു പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു, ദീപ്തി സീതത്തോട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചാനലിൻ്റെ അകത്തുള്ള ദീപ്തി ടീച്ചർ. അപ്പം ദീപ്തി ടീച്ചറിൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇൻബോക്സിൻ്റെ അകത്തൊന്ന് കിടക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ദീപ്തി ടീച്ചറിൻ്റെ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഞാൻ എന്താണെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് നേരെ വന്നു. ഇപ്പോഴും ഞാനത് ആ രീതി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ എന്താണ് ദീപ്തി ടീച്ചറിന് സംഭവിച്ചിട്ടുള്ള കാര്യം. സോ വ്യക്തമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാൻ എന്താണെന്ന്. ഞാൻ ദീപ്തി സീതത്തോട് ഇങ്ങനെ അടിക്കുന്ന വന്ന കണ്ടോ, ദുഃഖ വാർത്ത. അതിനകത്ത് അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുന്നു, ദീപ്തി ടീച്ചർ വിഷമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉള്ള സാധനമാണ് കണ്ടത്. ഓക്കെ, അത് തമ്മിൽ ഒരു ക്ലിക്ക് ബൈറ്റ് ആണ്. സോ ഞാൻ ടീച്ചറിൻ്റെ തൊട്ട് താഴത്തെ അതാണ് വിവാഹത്തോടെ ദീപ്തി സീതത്തോടിന് ജീവിതത്തിൽ സംഭവിച്ചത് എന്താ സംഭവം. സോ ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ടെൻഷനായി, എന്താ സംഭവം എന്നുള്ള കാര്യം. അങ്ങനെ നോക്കിയപ്പോഴേക്കും വീഡിയോസ് ഒന്ന് നോക്കി, അങ്ങനെ ഒരു വീഡിയോസ് ശ്രദ്ധിച്ചില്ല. നമുക്ക് വീഡിയോസിലേക്ക് വരാം. എന്നിട്ട് അച്ഛൻ്റെ വീടാണ് സുന്ദരൻ എന്ന് പറഞ്ഞിട്ട് 4 days ago ഒരു പോസ്റ്റ് കിടക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റാണ് ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ആദ്യം ആ പോസ്റ്റ് വായിക്കാം, എന്നിട്ട് അതിൻ്റെ പിന്നാലെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നാലെ സംസാരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. വേണമെങ്കിൽ നിങ്ങളോട് എല്ലാം മറച്ചു വയ്ക്കാം. നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിൽ പോകേണ്ടതായി വരാറുണ്ട്. അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുമുണ്ട്. എൻ്റെ തുറന്നു പറച്ചിലിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും. ഞാനിപ്പോഴും ഹോസ്പിറ്റലിലാണ്. എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്ന് അറിയില്ല. കുഞ്ഞാവ ചിലപ്പോൾ തിരികെ പോകും. ഫോൺ ഞാൻ കൊടുത്തുവിടും. പ്രാർത്ഥനയിൽ ഓർക്കുക. എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളതുപോലെ ഇടാം. സ്വന്തം ദീപ്തി. അഥവാ ദീപ്തി ടീച്ചർ ഇപ്പോൾ ഇടുന്ന പോസ്റ്റുകളെല്ലാം ഇതിന് മുൻപ് എടുത്തു വെച്ചിരുന്ന വീഡിയോസ് കുഞ്ഞാവ എന്ന് പറയുന്ന പാർട്ട്ണർ ഇടുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിനകത്തൊരു മുനയുള്ളൊരു ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തുറന്നു പറച്ചിലിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും. ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ന് മാറാറുണ്ട്. അങ്ങനെ നിങ്ങളിൽ പലരെയും കണ്ടിട്ടുണ്ട്. എൻ്റെ തുറന്നു പറച്ചിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ് എന്നുള്ളതൊക്കെ പറയുന്നു. മെൻ്റലി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ളൊരു ഇമോഷൻസിൻ്റെ പുറത്ത് ആണ് ആ പോസ്റ്റ് ഇട്ടെങ്കിൽ 4 ദിവസത്തിനിപ്പുറം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതങ്ങനെയല്ല, എന്തോ ഒരു വ്യക്തമായൊരു കാരണമുണ്ട് എന്നുള്ളൊരു കാര്യം. ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കുമ്പോഴേക്കും അമ്മുവിൻ്റെ വീഡിയോയിൽ വയനാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ആണെങ്കിലും ദിവസം വീഡിയോ ഇടാറുണ്ടല്ലോ, എന്തു പറ്റിയെന്ന് ഓർത്തു. അപസ്മാരം വീണ്ടും പ്രശ്നമായോ? തലയ്ക്ക് ഒരുപാട് ടെസ്റ്റുകളും മറ്റും വേണ്ടി വന്ന് കാണും. ഞങ്ങളുടെ ബന്ധത്തിലൊരു ഫാമിലി ഇതുപോലെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. മാറി ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ വളരെ ശ്രദ്ധിക്കണേ. ഞാൻ കരുതാറുണ്ട് നിങ്ങൾ എത്ര നിസ്സാരമായിട്ടുണ്ട് രാത്രി ഉറക്കമൊഴിക്കുന്നതും യാത്ര ചെയ്യുന്നതുമൊക്കെയെന്ന്. ഈ സമയത്ത് പരമാവധി മറ്റുള്ളവരുടെ ഭാരങ്ങൾ കൂടി നിങ്ങളുടെ തലയിലെടുത്ത് വയ്ക്കരുത്. എല്ലാം മാറട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തെ. അപസ്മാരം ഫിറ്റ്സ് അല്ലേ? ആക്ച്വലി ഞാനൊരു കാര്യം പറയാം. ആ ഒരു രോഗാവസ്ഥ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ആ ടീച്ചർ. അതല്ല എങ്കിൽ എനിക്കതറിയില്ല. എങ്കിലും ആ ടീച്ചറിൻ്റെ ആ ഒരു രോഗത്തിനെ കുറിച്ച് കമൻറ്റിനകത്ത് എന്നോട് കിടപ്പുണ്ട്. ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റുള്ള പല പ്രയാസങ്ങളും അതിനോടൊപ്പം തന്നെ കൂടെ ചേർത്ത് വളർത്തുന്ന സഹജീവികളും. എന്തൊരു മാതൃകയാണ് ആ ടീച്ചർ. സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരുപാട് പേർക്കൊരു പ്രേരണയാവേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ പലരും കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മൾ സ്ത്രീ ശാക്തീകരണം, മറ്റേ സമൂഹത്തിൻ്റെ അകത്തുള്ള മനുഷ്യന്മാരുടെ ശാക്തീകരണം, മറ്റത് മറിച്ചെന്നൊക്കെ നമ്മൾ തോരാതെ പറയും. അവർ റിയൽ ലൈഫിൽ കാണിച്ചു തരുന്ന ഒരു സ്ത്രീയാണ്. സ്വന്തം അസുഖത്തിനെയും സ്വന്തം ബുദ്ധിമുട്ടുകളെ ഒന്നും വകവയ്ക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇത്ര ശക്തമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ മനോധൈര്യം, അതിനനുസരിച്ചുള്ള ഗുരുതരമായ രോഗം. ഇത് ഈ പറയുമ്പോൾ ഓർമ്മ വരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ലൈഫാണ്.
സാഹിത്യ സർവസ്വം വായിക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ പറയുന്നുണ്ട് സ്വാമി വിവേകാനന്ദ അദ്ദേഹം ഗുരുതരമായ വയറിന് നിരന്തര പ്രശ്നവും ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയും അദ്ദേഹം ഈ ഭാരത പര്യടനം നടത്തുന്നു, എല്ലാവരെയും കാണുന്നു, അങ്ങനെ പല കാര്യങ്ങൾ ഈ നാട്ടിൽ ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്, പരമഹംസരുടെ ഒരു ശിഷ്യത്വം ആ ഒരു ഇതിന് ശേഷം. സോ അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പലർക്കും അവരുടെ റിയൽ ലൈഫിനകത്ത് ഒരുപാട് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ ദീപ്തി ടീച്ചറിൻ്റെ കാര്യത്തിനകത്ത് കാണുന്നു. പ്രാർത്ഥിക്കാൻ ടീച്ചറെ എന്ത് പറ്റി? അപ്പോൾ അങ്ങനെ പറയുന്നു, എന്ത് വന്നാലും വേഗം സുഖമാവട്ടെ. ഓക്കെ, എല്ലാവരും അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ദീപ്തി ടീച്ചറിൻ്റെ അടുത്ത് എന്താ പറയുക, കൂടുതൽ റെസ്പെക്റ്റ് തോന്നിപ്പിക്കുന്നത് അവരിഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ദീപ്തി ടീച്ചറിൻ്റെ കമൻറ്റ് ബോക്സ് പോയി നോക്കൂ, ടീച്ചറിൻ്റെ വീഡിയോസ് പോയി നോക്കൂ. അതിൻ്റെ താഴെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരും മനുഷ്യരും അവിടെ ഉണ്ട്. അവരെല്ലാവരും അവരുടെ ആ ദീപ്തി ടീച്ചറിൻ്റെ സന്തോഷം, ആ നായ്ക്കളോടൊപ്പം ഉള്ളത്, അവിടുത്തെ കുട്ടികളോടൊപ്പം ഉള്ളത്, എങ്ങനെ അവരുടെ യാത്രകളിലുള്ളത്, എല്ലാ കാര്യങ്ങളിനകത്തും ഒരു കരുതലോടെ കൂടെ നടക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ മെയിനായിട്ടുള്ള കാര്യം ആൾക്കാരിപ്പം സംസാരിക്കുന്നത് എനിക്കിപ്പം മനസ്സിലായി. പിന്നെ നടക്കുന്നതൊക്കെ എന്തൊക്കെയാണ്, നീ വന്നതിന് ശേഷം എൻ്റെ കുടുംബം എന്ന് സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞൊരു വീഡിയോ. ഹായ് ഗായ്സ്, എന്നെ കണ്ടിപ്പോൾ നല്ല പരിചയമില്ല ഈ കോലം. അതായത് അന്നേരം തൊട്ട് എണ്ണ തേച്ചിരിക്കുക, വെള്ളമില്ല, നമ്മുടെ പറഞ്ഞതും മനസ്സിലാക്കിയെടുത്തതും വെച്ചിട്ട് ഇപ്പം ഇത് ദീപ്തി ടീച്ചറിൻ്റെ നേരത്തെ വീഡിയോ ആണ്, ഇപ്പോഴത്തെ വീഡിയോ അല്ല. ഓക്കെ, അവർ മറ്റേ പുള്ളിക്കാരൻ്റെ കൊടുത്തയച്ചിട്ടുള്ള ഫോണിനകത്തുള്ള ചില വീഡിയോസ് മാത്രമാണ്, അതിൽപ്പെട്ട വീഡിയോ ആവണം ഇതും. അതാണ് നിലവിലുള്ള അവസ്ഥ പുറത്തേക്ക് വരാൻ പറയാത്തത്. കരയിലായിപ്പോയി, വെള്ളം അത്രയ്ക്കും അങ്ങ് താന്നു, വെള്ളം പൊങ്ങണോ ഇനി ആറ്റിൽ എന്നാൽ. കുറേ നാളുകൾക്ക് മുൻപ് ചെയ്ത വീഡിയോ ആണിത്, അത് ആ കമൻറ്റ് ബോക്സിൽ തന്നെ കാണാം. ഓക്കെ ആയി വരും, എത്രയും പെട്ടെന്ന് ഓക്കെ ആയി വരും. ആ പയ്യനെ വളർത്തിയതിൻ്റെ ഗുണം അതിൻ്റെ അമ്മയ്ക്കും അതിൻ്റെ ക്രെഡിറ്റ്, അമ്മയോടും ഭാര്യയോടും സഹജീവികളോട് അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും കൊടുക്കാൻ കുടുംബത്തുള്ളവർ കൊടുക്കുന്ന സംസ്കാരം ഒരു നല്ല പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ ഡോക്ടർ എഞ്ചിനീയറിംഗ് ആകുന്നൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് കുഞ്ഞാവയുടെ അമ്മയ്ക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അതിനുശേഷം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ, സ്വാഗതം സീതത്തോട് ഗ്രാമപഞ്ചായത്ത്. നോക്കണേ, സ്വാഗതം സീതത്തോട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിനെയോ നമ്മൾ സ്വന്തം നാട്ടിലേക്ക്, എൻ്റെ നാട് ട്രിവാൻഡ്രത്ത് ഇന്ന സ്ഥലമാണെന്ന് വിചാരിക്കാം, ആ സ്ഥലത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു സംഭവത്തിൻ്റെ അകത്ത് നിന്ന് അവർ ശരിക്കും പറഞ്ഞ അടപടലം, അവർ സാമൂഹിക പരിഷ്കരണം, പ്രവർത്തനം, അതോടൊപ്പം തന്നെ ശരിക്കും സ്വന്തം മൂല്യങ്ങൾ ഉണ്ടായ ആ ഒരു നാടുണ്ടല്ലോ, ആ നാട്ടിൻ്റെ അകത്ത് ആ വേരുകളിൽ ഉറച്ച് തന്നെയാണ് അവർ നിൽക്കുന്നത്. സീരിയസ്ലി ഭയങ്കര. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ മനസ്സിലാകുമായിരിക്കും എന്ന് കരുതുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഉഷയമ്മയുടെ വീട്ടിലാണ്, വയനാട്ടിൽ. അതായത് നമ്മുടെ ചെറിയച്ഛൻ കുഞ്ഞാവയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെ. ഓക്കെ, അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 1 hourന് മുമ്പ് വന്നുള്ളൊരു വീഡിയോ ആണ്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലാണെന്നുള്ളത്. എന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവ് എനിക്കുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, അവർക്ക് അറിയാം പിന്നെ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം അവർക്കറിയാം. അവിടെ അതിനിടയ്ക്ക് വന്ന് എന്തെല്ലാം പാര വെക്കാനോ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നേടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെയാ, ഒന്നും ഏക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കുഞ്ഞാവയുടെ അടുത്ത് ഒന്നും ഏക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കളികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള കളികൾ വീണ്ടും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം. ആ സ്ത്രീ ജീവിച്ചു പോട്ടെന്നേ. ആ സ്ത്രീ ജീവിച്ച് പൊക്കഴിഞ്ഞാൽ അവർ മാത്രമല്ല ജീവിക്കുന്നത്, അവരുടെ ജീവിതം ഒരു നല്ല രീതിയിൽ പൊക്കഴിഞ്ഞാൽ അവർ ഒരുപാട് പേരെയും കൂടെ കൂട്ടി ഇങ്ങനെ ചേർത്ത് അവരെയും കൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കുറേയധികം സാധു ജീവികൾ അവരുടെ കൂടെയുണ്ട്, കുറേ അധികം മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് പാരവയ്ക്കാനും അവരുടെ ജീവിതം താറുമാറാക്കാനൊക്കെ ശ്രമിക്കുന്നത്? സീരിയസ്ലി, ഇത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ നമുക്കിടെ ജീവിക്കുന്നത് മനുഷ്യരാണോ, അവർ വല്ല വേറെ ഏതെങ്കിലും മറ്റേ ഗുദാമിൻ്റെ അകത്ത് നിന്ന് വന്ന ടീമുകളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്തിനാണ് ആ സ്ത്രീ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി നടക്കുന്നത്? അതാരുകളെ വരുന്നവരൊക്കെ വരട്ടെ, വരുന്നവരെല്ലാം നമുക്ക് കാണാം. അങ്ങനെ എന്നോട് വീട്ടിൽ വന്നിരുന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വേണ്ട, ഉറങ്ങണ്ട, നമുക്ക് കുളിക്കാം. അങ്ങനെ വീണ്ടും കുളിച്ചിരിക്കുന്നു. ഇപ്പം നമുക്കെല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിളുണ്ട് ലൈഫിൽ. കമൻറ്റിൽ ഞാൻ കണ്ടു, ഇതൊന്നും എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, നമുക്ക് നല്ല ജീവനുള്ള എല്ലാത്തിനും ഉണ്ട്. എപ്പോൾ ഉണരണം, എന്ത് ചെയ്യണം, എങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണമെന്നുള്ള വ്യക്തമായ ഒരു നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ അങ്ങനെ ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്.
അത് ഞാൻ മനഃപൂർവ്വം മുടക്കി എന്നാണ് എന്നിൽ എല്ലാവരും കണ്ട തെറ്റ്. അതായത് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല, ഞാൻ സമയത്ത് ഉണരുന്നില്ല, സമയത്ത് അർദ്ധരാത്രിയിൽ ഞാൻ തോട്ടിക്കൂടെ നടക്കുന്നു, കാട്ടിക്കൂടെ നടക്കുന്നു, ആറ്റിക്കൂടെ നടക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടു. പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് മാത്രം ആരും ചിന്തിച്ചില്ല. വെറുതെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യത്തില്ലല്ലോ, വെറുതെ ഒരാൾ ഉറക്കം ഉളച്ചിരിക്കത്തില്ലല്ലോ, വെറുതെ ഒരാൾ ഉറക്കം ഇല്ലാതെ ഇരിക്കത്തില്ലല്ലോ. എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട്. അവരുടെ ലൈഫിനകത്തുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവരുടെ സ്നേഹമാണ്, മറ്റുള്ളവരുടെ അകമഴിഞ്ഞുള്ള ഒരു അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, അത് തന്നെയാണ് സത്യവും. എനിക്ക് എൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ചിലർക്കത് ജെന്യുവനായിട്ട് തോന്നും, ചിലർക്കത് അയ്യേ ഇത്രേ ഉള്ളോ എന്ന് തോന്നും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കുഞ്ഞു ദിവസമായിരുന്നു. അപ്പം ഞാൻ കറങ്ങി തിരിഞ്ഞ് ഞാനും എൻ്റെ കുഞ്ഞാവയും മാത്രമുള്ള ഒരു ദിവസം ഞങ്ങൾ എങ്ങോട്ടൊക്കെയോ പോയി. ആ ഒരു കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ചെറിയൊരു ദിവസം നല്ല കുറച്ച് ഭാഗം കാണിച്ചു തരാം. ബാക്കി ഞാൻ മത്സ്യകന്യകയെ കാണാൻ പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പോവും, ബത്തേരിയിൽ മത്സ്യകന്യകയെ കാണാൻ പോവും. എനിക്ക് കൃത്യമായ ടൈമുണ്ട്, മരുന്നിനും എല്ലാം. അത് സമയമായി കറക്റ്റ് സമയത്ത് തന്നു കുഞ്ഞാവനെ കറക്റ്റ് സമയത്ത് ഉറക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ ഉറക്കാൻ ഇരുത്തിയിട്ട് അവൻ്റെ ഉറക്കമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് പാവം ഉറക്കളച്ചിരുത്തിട്ടാണ് ഇപ്പോൾ എന്നെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് എൻ്റെ ഞാൻ പറയില്ല, കഴിഞ്ഞ 2-3 ദിവസമായിക്കൊണ്ട് അദ്ദേഹം, അതായത് എക്സ് ഹസ്ബൻഡ്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയണോ വേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യം ആളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കേണ്ട, എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല. ഫോൺ ഞാൻ കുഞ്ഞാവയുടെ കൊടുത്തു, കുഞ്ഞാവയാണ് സംസാരിച്ചത്. അവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല. അവരെന്നോട് അറിയണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയേ വേണ്ട പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ വഴി പലതവണ പറഞ്ഞു, കുഞ്ഞാവയും പലതവണ പറയുന്നത് കേട്ടു, വിളിക്കേണ്ട, എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയെയോ താങ്കൾക്ക് ഒരല്പമെങ്കിലും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കുക. എന്നെക്കൊണ്ട് വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ശകലം ഭാവി ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ താങ്കളുടെ ഫേസോ താങ്കളെ പറ്റിയിട്ടുള്ള ഐഡൻറ്റിറ്റി എങ്ങും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് ദയവ് ചെയ്ത് ഞാനിപ്പോൾ വളരെ സന്തോഷവും സമാധാനവുമായി പോയിക്കൊണ്ടേ. ഈ ആ നാറിക്ക് വേറെ ഒരു പരിപാടിയില്ലേ? അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോയില്ലേ? എന്തിനാണ് അവരുടെ പുറകെ നടക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് എന്താണ് ഒരു നിയമം മൂലം അല്ലെങ്കിൽ അവരുടെ വിവാഹബന്ധം വേർപെട്ട് മറ്റു ബന്ധത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നടന്ന അവർ വേറെ വ്യക്തിയാണ്. ഈ സ്ത്രീ നിങ്ങളുടെ പുറകെ ഒന്നും വരുന്നില്ലല്ലോ മനുഷ്യ. നിങ്ങൾ കാരണം ആ സ്ത്രീ എന്തുമാത്രം അവർ നരകിച്ച് യാതന അനുഭവിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല വീഡിയോസിൻ്റെ അകത്തും കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പല തരത്തിലുള്ള ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ അവർ പറയുന്നത് കേട്ടിട്ടുമുണ്ട്. ആ സ്ത്രീ എന്നിട്ട് വീണ്ടും വന്നിരുന്നിട്ട് അവരെ വിളിച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ നല്ല ജീവിതം കണ്ടിട്ട് അതിനങ്ങോട്ട് നശിപ്പിക്കാനുള്ള ശ്രമം. ചില നാർസിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സന്തോഷമായിട്ട് മറ്റുള്ളവർ ജീവിക്കുന്നത് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ പരിപാടിയാണ് ഇപ്പോൾ അവരുടെ അടുത്ത് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് ടീച്ചർ ഇതിനെ ഇങ്ങനൊരു പ്രശ്നം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ നേരിടേണ്ടത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിൽ വിളിച്ചു കൂട്ടി അങ്ങ് വാർത്താ സമ്മേളനമോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ഈ പുള്ളി എന്താണ് കാണിച്ചത് പബ്ലിക്കിനെ അറിയിക്കണം. നിങ്ങൾ കേസും കൊടുക്കണം, അയാളെ പിടിച്ച് അകത്തെടുപ്പിക്കണം. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കുക. എന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവ് ഇരിക്കേണ്ടത്, നല്ലൊരു കുടുംബമുണ്ട്, അവർക്ക് അറിയാം. പിന്നെ എന്താ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാം അവർക്കറിയാം. അവിടെ അതിനിടയ്ക്ക് വന്ന് എന്തെല്ലാം പാരവെക്കാനോ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് നേടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെയാ, ഒന്നും കേൾക്കാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കുഞ്ഞാവയുടെ അടുത്ത് ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ ആളെ മനസ്സിലായല്ലോ. ടീച്ചറിൻ്റെ പഴയ മുൻ ഭർത്താവാണ് ഇപ്പോൾ ഈ വന്നിട്ട് ഈ ഒരു സംഭവം അവരുടെ പാർട്ണറായിരുന്ന വ്യക്തി ഇപ്പോൾ അവരുടെ നല്ല ജീവിതം കണ്ടിട്ട് അവരെ പുറകെ നടന്നുകൊണ്ട് ആക്രമിക്കുന്ന പരിപാടികളാണ് നടക്കുന്നത്. അതാണ് ഒരു മാനസിക ക്ലേശം കൊണ്ട് അവർ ഈ ഹോസ്പിറ്റലായ സമയത്ത് ഈ പുറത്ത് പറയുന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു വിഷയം മനസ്സിലായതിന് ശേഷം ഞാനതൊന്ന് വായിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ആ പോസ്റ്റിൻ്റെ പ്രസക്തി എനിക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. 4 ദിവസം മുമ്പിട്ട പോസ്റ്റിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോയുടെ ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം വായിക്കുമ്പം അതിനൊരു കറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളോടെല്ലാം മറച്ചു വയ്ക്കാം. നാളുകൾക്ക് ശേഷം ഇന്നാണ് എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോണിൽ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകളാണ് പലപ്പോഴായി കുഞ്ഞാവ് അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായി വരാറുണ്ട്. അങ്ങനെ നിങ്ങൾ പലരെയും കണ്ടിട്ടുമുണ്ട്. എൻ്റെ തുറന്നു പറച്ചിൽ എന്ത് വന്നാലും ഞാൻ നേരിടാൻ ഒരുക്കമാണ്. നേരിടാൻ ഒരുക്കമാണ് ഇയാളാണ്. ഓക്കെ, അത് തന്നെയാണ് സംഭവം. ഒരുപാട് കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ എല്ലാവരും ഈ സന്ദർഭം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരും. ഞാനിപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഓക്കെ, എന്തൊക്കെയാണ് ചുറ്റും നടക്കുന്നതെന്ന് ഒന്നും അറിയില്ല. കുഞ്ഞാവ ചിലപ്പോൾ തിരികെ പോകും. ഫോൺ ഞാൻ കൊടുത്തുവിടും. പ്രാർത്ഥനയിൽ ഓർക്കുക. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വീട്ടുകാരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. തൽക്കാലം ഫോണിലുള്ള വീഡിയോസ് ഉള്ളതുപോലെ ഇടാം എന്ന് സ്വന്തം ദീപ്തി. സോ ആ സൈക്കോ അയാൾ വന്നിട്ട് ഈ സ്ത്രീയെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്.
ഈ നല്ല മനുഷ്യർക്ക് നല്ല രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കാത്ത ചില നായിൻ്റെ മക്കളുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓക്കെ, ചിലപ്പോഴെങ്കിലും ഞാൻ വിചാരിക്കും അൺപാർലമെൻ്ററി അല്ലേ ഈ വാക്കുകളൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മനുഷ്യരുടെ എത്ര തന്നെ വലിയ പുരോഗമനം എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞാലും സംടൈംസ് നമ്മൾ ഒരു പച്ച മനുഷ്യനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന പല മനുഷ്യരും വേറെയാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അൺപാർലമെൻ്ററി ഒന്നും വരത്തില്ല. വളരെ മാന്യമായൊക്കെ സംസാരിക്കും. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മൾ ശരിക്കും നമ്മളെ തന്നെയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കൊന്നിട്ട് നിൽക്കുന്നവനെ കണ്ടാൽ അവനെ തന്തയ്ക്കും തള്ളയ്ക്കും ഒരു കുടുംബത്തിനെയും വിളിക്കുകയും അതോടൊപ്പം തന്നെ കയ്യിൽ നേരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കൊടുക്കുകയും ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. ബിക്കോസ് ഞാനൊരു പാരൻ്റാണ്, ആ ഒരു കാര്യത്തിൽ എനിക്കങ്ങനെ തോന്നും. ഇനി അത് ആരാണ് ഇനി അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചിലപ്പോൾ ചെയ്യുന്നു വരും. ഓക്കെ, സോ അത് വിട്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ആ ടീച്ചറിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ പുറകെ നടന്ന് ആക്രമിക്കാൻ വേണ്ടി ചിറക്കുന്ന ഈ പറയുന്ന പഴയ കാല വാഴ അദ്ദേഹത്തിൻ്റെ മുൻകാല ഭർത്താവ് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന പരിപാടിയെ എന്താ പറയുക? നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും ഗൈസ്. ടീച്ചറെ നിങ്ങൾ ഇത് കാണുമെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ആരോഗ്യത്തിന് നോക്കണം. നിങ്ങളുടെ സന്തോഷമായിട്ടുള്ള ജീവിതം നിങ്ങൾ അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കണം. അവൻ എന്താണ് കൊടുക്കേണ്ടത്, അത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണോ മറ്റുള്ള കാര്യങ്ങളാണോ അതനുസരിച്ച് നിങ്ങളിനി ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് ഒരു വിട്ടുപിടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമ്പോസ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.